കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അനുജ ആകെപ്പാടെ പെട്ടുപോയി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നൊരു അവസ്ഥയായിപ്പോയി അനുജയ്ക്ക്. അനുജ പ്രതീക്ഷിച്ചില്ല. കാരണം തന്റെ തലയിൽ ഈ കോലം വരയ്ക്കുന്ന ജോലി വരുമെന്ന്. ഉള്ള കോലം മായച്ചു കളഞ്ഞു വലിയ അഹങ്കാരം കാണിച്ച്. താൻ വലിയ ആളാണ്, തനിക്ക് ഇതിനേക്കാളും നല്ല ഇടാന്നൊക്കെ അർത്ഥത്തില്. പക്ഷെ അവസാനം ഗോമതി ആ കോലം വരയ്ക്കാനുള്ള പൊടിയൊക്കെ അങ്ങോട്ട് അനുജയുടെ കൈ കൊടുത്തിട്ട് അകത്തേക്ക് കയറി പോവാ. കോലത്തിന്റെ ആ പൊടിയും കൈ പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അനുജിരിക്കുക. ഇനി എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? കോലം വരച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും തന്നെ ശരിയാക്കും. അച്ഛനെങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് മുറ്റത്തെ വലിയ കോലം വേണം. ഇത് നല്ലൊരു ദിവസം കൂടെയാണ്. ഇന്ന് വിവാഹം നിശ്ചയ ചടങ്ങും കൂടെയാണ്. ആ സമയത്തിന് കോലം കൂടെ ഇല്ലെങ്കിൽ തന്നെ ഒരു പരുവാക്കി വെക്കും. സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം മീനാക്ഷി നല്ല കട്ടക്കൽപ്പിൽ അകത്തേക്ക് പോകണം. അവളുടെ ഒരു അഹങ്കാരം എത്രയാന്ന് വെച്ചാൽ സഹിക്കുന്നത്. ചേച്ചിയാണ് പോലും, അല്ലെങ്കിൽ എന്തേലും പറയായിരുന്നു. അനിയത്തിയാണ് രണ്ടെണ്ണം കൂടെ ഇട്ട് കൊടുക്കുമെങ്കിലും ചെയ്യായിരുന്നു. അപ്പം മിത്ര എന്താ ചേച്ചി പിറുപിറുക്കണെന്ന് ചോദിക്കുക. എങ്ങനെ പിറുപിറുക്കായിരിക്കും പറ. 3/4 മണിക്കൂർ എടുത്ത് നടുവൊക്കെ കട്ട് കഴിച്ച ആ കോലം ആ വിധം ഒന്ന് വരച്ചെടുത്ത് വലിയ കോലം തന്നെയായിരുന്നു. എന്നിട്ട് അവള് വന്ന് പറഞ്ഞെന്താ, ചെറിയ കോല വന്ന്. ഇത് കേട്ടതും മിത്ര പറഞ്ഞു കുഴപ്പമില്ല, തന്നെ ഇരുന്ന് വരയ്ക്കട്ടെ എന്ന് പറയണം. തന്നെ വരയ്ക്കും. ഇനി എത്ര സമയം എടുത്ത് വരച്ചാലാ ഇപ്പൊ നല്ല കോലമാണോ ചീത്ത കോലമാണോ നമുക്ക് കണ്ടറിയാന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് ഗോമതി പറഞ്ഞു, അല്ല എന്താ രണ്ടുപേരും കൂടെ റെഡിയാവുന്നില്ലേന്ന് ചോദിക്കും. എങ്ങനെ റെഡിയാവാനെന്ന് പറയുമ്പേ ഇന്നത്തെ ദിവസത്തെ മൂഡ് അങ്ങോട്ട് പോയെന്ന് പറയണം. എന്താ മൂഡ് പോകാൻ കാരണം? അല്ല അമ്മയ്ക്കറിയാലോ ആ കോലത്തിന്റെ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേ. എത്ര കഷ്ടപ്പെട്ട് വരച്ച പോട്ടെ മോളെ, അവള് തന്നെ ഇവിടെ ഇരുന്ന് വരച്ചോളൂ എന്ന് പറയാം. തന്നെ വരയ്ക്കും. ഇനി എത്ര സമയം എടുത്താലാ അങ്ങനത്തെ ഒരു കോലം വരയ്ക്കാൻ പറ്റുന്നേ? അവള് തന്നെ വരയ്ക്കട്ടെ. അവളുടെ നടുവിത്തിരി കട്ട് കഴിക്കുമ്പോ അവൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അങ്ങോട്ട് മനസ്സിലാവെന്ന് പറയാം. എന്നാലും ചേച്ചി ആയിപ്പ് അല്ല ഞാൻ കാണിച്ചു കൊടുക്കാരെന്ന് പറയാം. മിത്ര പറഞ്ഞു പോട്ടെ, അതെ ഇനിയിപ്പം ചേച്ചി തന്നെ അവിടെ ഇരുന്ന് വരയ്ക്കട്ടെ എന്ന് പറയാണ്. ഈ സമയം ശ്രീദേവിയാണ് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ശ്രീവിദ്യ അടുത്തേക്ക് വന്നിട്ട് എന്താ ചേച്ചി കാര്യം? എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. കാര്യം എന്താന്ന് ചേച്ചി പറ. എൻഗേജ്മെന്റ് അല്ലേ, എൻഗേജ്മെന്റ് ആകുമ്പോ അവരൊക്കെ വരത്തില്ലേ? ഒന്നാമത്തെ കാര്യം എന്റെ മനസ്സിൽ ആകെപ്പാടെ ടെൻഷനാ. ഈ ചതി, ഇത്രയും വലിയ ചതിയല്ലേ നമ്മളവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ശരിയാണോ എന്ന് ചോദിക്കാം. ചേച്ചി ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറയണം. ചേച്ചി റെഡിയാവുക. ഇനിയിപ്പോൾ റെഡിയായില്ലെങ്കിൽ അച്ഛനും അമ്മ വന്നു കഴിയുമ്പോൾ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ചേച്ചി റെഡിയാവാൻ ഞാൻ ചേച്ചിയെ റെഡിയാക്കാന്ന് പറഞ്ഞു. വേണ്ട, എനിക്കൊന്നിനും ഒരു മൂഡ് തോന്നില്ല. ഞാൻ ആനന്ദേട്ടനോട് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിക്കുവാന്ന് പറയാം. ചേച്ചിക്ക് അറിയാലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനും അമ്മയും എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതൊന്നും വേണ്ട ചേച്ചി, എനിക്കറിയില്ല. എനിക്ക് അച്ഛനും അമ്മയോടൊപ്പം നിൽക്കാണ്ട് തോന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ആനന്ദേട്ടൻ്റെ മുഖം ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് ഒന്നിനും തോന്നില്ല എന്ന് പറയാണ്. പിന്നീട് ഒരു വിധത്തില് ശ്രീവിദ്യ പറഞ്ഞ് ശ്രീദേവിനെ ഒന്നും മനസ്സ് മാറ്റി അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഉദയഭാനും ശ്രീകലയും കൂടെ അങ്ങോട്ട് വരുന്നേ. വന്നിട്ട് ആഹാ മോള് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയണം. ഉദയഭാനു പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഒരു കുറവുണ്ട്, ആഭരണത്തിന്റെ കുറവുണ്ടെന്ന് പറയണം. ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു വേണ്ട, എനിക്ക് ആഭരണമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ അങ്ങ് നിൽക്കാൻ പോവാന്ന് പറയണം. ഇത് നിന്റെ എൻഗേജ്മെന്റ് ആണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം, എത്രയെന്ന് വെച്ചാ ഇങ്ങനെ മുന്നോട്ട് പോന്നേ. കാരണം ഇത് നമ്മൾ ചെയ്യുന്ന ചതിയാണ്. ഇത്രയും വലിയ ആഭരണങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കള്ളത്തരം കാണിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാം മുക്കുപണ്ടുവാന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ അതിനെന്താ കുഴപ്പം? അതിനല്ലേ നമ്മള് പണി പറ്റിക്കാൻ പോകുന്ന ചോദിക്കുകയാണ്. എന്ത് പണി? പെട്ടെന്ന് കയ്യിൽ നിന്ന് കവർ അങ്ങെടുത്ത് കാണിക്കുകയാണ്. എന്നിട്ട് അത് ആ ബെഡിലേക്ക് ഇട്ടു. ഇതെന്താണെന്നറിയാവോ? ഇത് കുറച്ച് ആഭരണങ്ങളാന്ന് പറയാ. ഇതെല്ലാം ഗ്യാരണ്ടി ആഭരണങ്ങളാന്ന് പറയണം. അല്ല ഇതൊക്കെ എവിടുന്ന അച്ഛന്? ഇതൊക്കെ വാടകയ്ക്ക് എടുത്ത ആഭരണങ്ങളാ. 1 ഗ്രാം സ്വർണ്ണത്തിന് ആഭരണങ്ങളാ. പെട്ടെന്ന് അതുകൊണ്ട് തിരിച്ചറിയാനും പോകുന്നില്ല എന്ന് പറയാം. ഇപ്പൊ ബാലനും കൂട്ടനും ഇനിയിപ്പോ ഉറച്ചു നോക്കാനൊന്നും പോകുന്നില്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട. പെട്ടെന്ന് ഇതൊക്കെ എടുത്ത് അണിയാൻ പറയാണ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ശ്രീകളെ ഉദയഭാനും കൂടെ പോവാണ്. ഈ സമയം ശ്രീദേവിക്ക് ആ പാടെ വിഷമം. ശ്രീദേവി പറഞ്ഞു എനിക്കൊന്നും വേണ്ട മോളെ, ഞാനൊന്നും അണിയുന്നില്ല എന്ന് പറയണം. ഉള്ളതൊക്കെ ഇട്ടുകൊണ്ട് നിന്നോളാന്ന് പറയാം. ചേച്ചി ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും ചേച്ചി? ചേച്ചി ഇത് അണിഞ്ഞെന്ന് പറയണം. ശ്രീദേവിക്ക് ഭയങ്കര സങ്കടമായി പോയി. കരച്ചിലൊന്ന് കണ്ണ് നിറഞ്ഞ് ഒഴുകുവാണ്. ദേ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കരയല്ലേ? കരയെന്ന് ശരിയാണോ? അവര് വന്നു കഴിയുമ്പോൾ കരഞ്ഞ് മുഖമായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നൂലേ? കല്യാണം മുടങ്ങില്ലേന്ന് ചോദിക്കുക. ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിട്ടല്ലേ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നമുക്ക് പണത്തിന് ഇത്ര കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. ചേച്ചിയുടെ സ്വഭാവം നല്ലതാണ്. ചേച്ചിക്ക് എവിടെ ചെന്നാലും നല്ലൊരു ജീവിതം കിട്ടത്തുള്ളൂ. ആനന്ദേട്ടൻ നല്ലവനാണ്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ചേച്ചി പറയണം. അവസാനം അങ്ങ് നിർബന്ധിച്ച് ശ്രീദേവിനെ കൊണ്ട് അങ്ങനെ ആഭരണങ്ങളൊക്കെ ഇടിയിക്കുകയാണ്. ഈ സമയം കോലം വരച്ചുകൊണ്ടിരുന്ന അനുജയ്ക്കാണ് കട്ടക്കലിപ്പായിരുന്നു. ഭണ്ഡാരം ഇത് എത്ര സമയം വരച്ചിട്ടും തീരുന്നുമില്ല. ഇത് എങ്ങനെ ഒപ്പിച്ചെടുക്കുമെന്നും അറിയത്തില്ല. വലിയ ആള് കളിക്കാൻ പോയതായിരുന്നു, ഒന്നും വേണ്ടിയിരുന്നില്ല. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. എന്തായെന്ന് ചോദിക്കുക.
എന്റെ അമ്മേ ഇതങ്ങ് തീരുന്നില്ല എന്ന് പറയണം. ഇതെന്താ ചെറിയ കോലമാണല്ലോ, മുമ്പ് ഇതിനേക്കാളും വലിയ കോലമാണല്ലോ ഇട്ടിരുന്നേ. അമ്മ ഇത് തന്നെ ഞാൻ ഒപ്പിച്ചെടുക്കാൻ പെടുന്ന പാട് എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് നല്ല രീതിയിൽ തന്നെ മീനാക്ഷിയും ഇത്രയും വലിയ കോലം വരച്ച നീ അതെല്ലാം കളഞ്ഞ് കോലം വരയ്ക്കാൻ നീ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിന്നെ ഇന്ന് ശരിയാക്കൂന്ന് പറയണം എന്നും പറഞ്ഞ് ഗോമതി അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് എല്ലാവരും റെഡിയാകുവാണ്. ഈ സമയത്ത് മിത്രം മുറി പോയി റെഡിയാവാണ്. അപ്പൊ സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷി സഹായിച്ചിട്ടുണ്ടായിരുന്നു. മീനാക്ഷി എന്ന് ഡെയിലി സാരി ഉടുക്കുന്നുണ്ട്, മീനാക്ഷിക്ക് അറിയാലോ. അങ്ങനെ സാരിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആര്യനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ആര്യ, സാരി ഇവിടെ സൂപ്പറാണെന്ന് ചോദിക്കും. കാണാൻ ഭംഗിയൊക്കെ ഉണ്ടെന്ന് പറയണം, പക്ഷെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞ. എന്ത്? അല്ല, എല്ലാരും കല്യാണത്തിന് കുറെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടോണ്ടായിരിക്കുമല്ലോ വരുന്നേ, പക്ഷെ നീ മാത്രം ആഭരണങ്ങളൊന്നും ഇല്ലാതെ, അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയണം. അതാണോ കാര്യം? സ്വർണത്തിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നത്? അതിനകത്തൊന്നും വലിയ കഥയില്ല. വേണ്ട, എന്നാലും അന്നാ സ്വർണം പോയില്ലേ, അത് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുവായിരുന്നു ചോദിക്കുക. അതിനെന്താ ആര്യ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. എനിക്ക് സ്വർണത്തിന് ഒന്നും കുഴപ്പമില്ലെന്ന് പറയാ, നിനക്കില്ലായിരിക്കും. പക്ഷെങ്കിൽ അച്ഛന്റെ സ്വഭാവം അറിയാലോ, എല്ലാവരും മുന്നിൽ വെച്ച് വേണമെങ്കിൽ അച്ഛൻ അതും വിളിച്ചു പറയും. അച്ഛന് വലിയ കുറച്ചിലായിട്ട് തോന്നും. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ മിത്ര പറഞ്ഞു, സാരമില്ല പോട്ടെ ആര്യ, എനിക്ക് ഇതൊക്കെ മതിയെന്ന് പറയാണ്. നമുക്കുള്ളതല്ലേ അണിയാൻ പറ്റുള്ളൂ, കൂടുതലായിട്ടൊന്നും വേണ്ടെന്ന് പറയണം. പക്ഷെ ആരിന് നല്ല വിഷമമായി പോയി. എല്ലാവരും നല്ലതായിട്ട് ഒരുങ്ങി വന്നു കഴിയുമ്പം തന്റെ ഭാര്യ മാത്രം ഇങ്ങനെ പോകുമ്പോൾ ആരിന് മനസ്സിലൊരു വിഷമമുണ്ട്. പിന്നീട് മിത്ര പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പത്തേനും അങ്ങോട്ടേക്ക് മീനാക്ഷി വരുവാണ്. മീനാക്ഷി വന്നിട്ട് ചാഹ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണ് കാണുന്നത്, കാരണം മിത്രയുടെ കഴുത്തിൽ ഒരു മാല മാത്രമേ ഉള്ളൂ. മീനാക്ഷി 2-3 മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മീനാക്ഷി എന്ത് ചെയ്യണം, തന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല എടുത്തിട്ട് മിത്രയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ മിത്ര എന്താ എന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അതെ, ഇങ്ങനെ പോണ്ട, എന്റെ കഴുത്തിൽ 2-3 മാലയുണ്ട്, ഒരെണ്ണം ഞാൻ തരാന്ന് പറയണം. വേണ്ട, ഇത് മീനാക്ഷി ചേച്ചിയുടെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ എന്ന് പറയാ. അതിന്റെ കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മിത്രയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നീ എന്റെ അനിയത്തിക്കുട്ടിയല്ലേ, അപ്പൊ നീ നല്ല രീതിയിൽ പോകണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മിത്രയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ചേച്ചിയാണല്ലോ കൂടെ ഉള്ളതെന്ന് ഓർത്തുണ്ട്. പിന്നീട് മിത്ര കെട്ടിപ്പിടിച്ച് മീനാക്ഷിന് ഉമ്മ വെക്കുവാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അതെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മള് ദേവമംഗലത്തെ മരുമക്കളാണ്. ഒരു പക്ഷേ എങ്കിൽ നമ്മൾ രണ്ടും ഒളിച്ചോടി വന്നവരാന്നൊരു ചിന്ത ഇവിടുത്തെ അച്ഛന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അച്ഛൻ മിക്കവാറും അറിയാലോ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് മിക്കവാറും ഓരോന്ന് പറഞ്ഞ് നമ്മളെ അപമാനിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും മിത്ര ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. പിന്നീട് പറഞ്ഞു, ബാ നമുക്ക് രണ്ടും കോലം എന്തായാലും നോക്കാന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ആ സമയം അനുജ അവിടെ ഇരുന്ന് പെടാപ്പാട് പെട്ടോണ്ടിരിക്കുകയാണ്. മീനാക്ഷിയും മിത്രയും കൂടെ ചിരിക്കുകയാണ്. എന്താ ചിരിക്കണേന്ന് ചോദിക്കാം. അല്ല, കോലം കണ്ടിട്ട് ചിരിച്ചാന്ന് പറയാം. എന്താ കോലമായിട്ട് തോന്നില്ലേന്ന് ചോദിക്കാം. അതെ, കോലമായിട്ട് തോന്നുന്നൊക്കെ ഉണ്ട്, വരച്ചോളം പറയാം. ഒന്ന് സഹായിക്കുവോ? എന്തിനു വരയ്ക്കാൻ? അയ്യടാ, സഹായിച്ചു പോലും ആ വെള്ളം ഒഴിച്ചതും കൂടെ കളയാൻ സമയത്ത് ഇത്രയൊന്നും ആയിരുന്നില്ലല്ലോ. എന്തൊരു സന്തോഷത്തോടെ കൊണ്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞ് അപ്പൊ വിചാരിക്കണമായിരുന്നു. ഓരോ കാര്യത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അറിയാലോ. പിന്നീട് ഒരു വിധത്തിൽ പറിച്ചു ഒപ്പിക്കുകയാണ്. പക്ഷെ അതങ്ങോട്ട് സെറ്റായില്ല. ഗോമതി വന്ന് കണ്ട് ചീത്ത പറഞ്ഞു അനുജനെ. ഇതിനേക്കാളും എത്ര ഭംഗിയോട് കൂടിയിട്ടായിരുന്നു അവര് കോലം വരച്ചേ. ഇനി അച്ഛൻ വരുമ്പോ നീ കേട്ടോന്നൊക്കെ പറയണം. ബാലിന് നിർബന്ധമുള്ള കാര്യമാണ് കോലം വരയ്ക്കുന്ന കാര്യത്തില്. അങ്ങനെ പിന്നീട് ആനന്ദ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആനന്ദിന്റെ അരിയിലേക്ക് ആകാശം ഇടുവാണ്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് അവരെല്ലാരും കൂടെ ചേർന്ന് ആനന്ദിനെ ഒരുക്കൊണ്ട് വരികയാണ്. ബാലൻ പറഞ്ഞു, ഇതേ സമയം പോയിക്കൊണ്ടിരിക്കും കേട്ടോ, ഇനി അധികം വൈകില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണമെന്ന് പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിനെ അടിപൊളിയൊന്ന് നോക്കി ബാലൻ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, എന്റെ മകനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇന്ന് നമ്മള് നല്ലൊരു ബന്ധം തുടങ്ങാനായിട്ട് പോവാണ്. ഇത്രയും കാലത്തിന് ശേഷം ഈ കുടുംബത്തിൽ ആദ്യമായിട്ടൊരു ചടങ്ങ് നടക്കാനായിട്ട് പോവാ. അങ്ങനെ ഒരു കല്യാണം നടക്കാൻ പോവാന്ന് പറയണം. ഇത് കേട്ടതും ആകാശും മീനാക്ഷിയും മിത്ര അവരെല്ലാം പരസ്പരം നോക്കണം. അവർക്കറിയാം അച്ഛൻ തങ്ങളെ താഴ്ത്തി കിട്ടുന്നുള്ള കാര്യം. അങ്ങനെ എന്റെ ആഗ്രഹം നടക്കാനായിട്ട് പോവാ. ഞാൻ ചെരുപ്പിടാൻ നടന്നതിനുള്ള ആ ഒരു പ്രതിഫലം എനിക്ക് കിട്ടാൻ പോകുന്നത് ഇതൊക്കെ പറയണം. ഈ സമയം ഗോമതി ഇനിയിപ്പോ എന്തിനാ ബാലേട്ട താമസിക്കുന്നത്, നമുക്ക് ഇറങ്ങാന്ന് പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ ഇറങ്ങുവാണ്. ഈ സമയം ആകെപ്പാട്ട് ടെൻഷനോടുകൂടി ശ്രീദേവി ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രീദേവി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടെങ്കിലും ശ്രീദേവിയുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയായി തീരും, എന്തായി തീരും, അവര് വന്നു കഴിയുമ്പോൾ ഒരു പക്ഷെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കോ. ഇപ്പൊ തന്നെ ഈ വീട്ടിൽ 100 പ്രശ്നങ്ങളാ. ഇനിയിപ്പോ എൻഗേജ്മെന്റ് ഇതാണെങ്കിൽ കല്യാണം വരുമ്പോ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ലാത്തൊരവസ്ഥയിലാ ശ്രീദേവി ഇരിക്കണേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.